ഹിറോഷി നക്കാമുറ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റിൻ്റെ വർക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇറ്റ് ഫോൾസ് അണ്ടർ ദ കാറ്റഗറി കോൾഡ് പ്രൊട്ടസ്റ്റ് ആർട്ട്. വിൽ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ് ടുഡേ. സോ ഫസ്റ്റ് ജസ്റ്റ് പ്രൊട്ടസ്റ്റ് ആർട്ട് എന്താന്ന് ഒരു മേ ബി ഷോർട്ട് ആൻസറായിട്ട് വല്ലതും വരാം, ലൈക്ക് ഏറ്റവും ചെറിയ ആൻസറായിട്ട്, അതായത് ബിഗർ ആൻസേഴ്സ് 4 മാർക്സിനൊന്നും വരത്തില്ല. So what is protest art? Protest art is a form of artistic expression that aims to raise awareness, challenge the status quo, or critique social, political, or cultural issues. ഓക്കെ, സോ പ്രൊട്ടസ്റ്റ് ആർട്ട്, അത് വേർഡിൽ തന്നെ, ആ 2 വേർഡ്സിൽ തന്നെ കാര്യമുണ്ട്. പ്രൊട്ടസ്റ്റ് ആർട്ട്, സോ എനി ഫോം ഓഫ് ആർട്ട് ദറ്റ് പ്രൊട്ടസ്റ്റ് എനിത്തിങ്, എന്തിൻ്റെങ്കിലും എഗൻസ്റ്റ്, ഒന്നെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കുരീതി ഉണ്ട്, അതിൻ്റെ എഗൻസ്റ്റ് അവയർനെസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് എ സ്റ്റാറ്റസ് quo is there, means a situation that is not changing. A status quo means a situation that is not changing. അപ്പം ഒട്ടും ചേഞ്ച് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ആർട്ട്. അല്ലെ ക്രിട്ടീക്ക് മീൻസ് ക്രിട്ടിക്കലി എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് പറയുക. സോ ക്രിട്ടീക്കിങ് എ പൊളിറ്റിക്കൽ, സോഷ്യൽ ഓർ കൾച്ചറൽ ഇഷ്യൂ, മനസ്സിലായി, എന്തിനെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ആർട്ടാണ് പ്രൊട്ടസ്റ്റ് ആർട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയാലും മതി. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രൊട്ടസ്റ്റ് ആർട്ട് ഇസ് എ ഫോം ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ that aims to raise awareness, challenge the status quo, or critique social, political, or cultural issues. It often conveys a message of dissent or resistance. Dissent means ഒരു ഡിസഗ്രിമെൻ്റ്, ഇല്ല ഇത് ശരിയല്ല എന്ന് പറയുന്നതാണ്. സോ അത് എന്താണ്, അതിൻ്റെ മെസ്സേജ് എന്തായിരിക്കും? ദ മെസ്സേജ് വിൽ ബി ഡിസെൻറ്റ് ഓർ റെസിസ്റ്റൻസ് ആയിരിക്കും. എഗൻസ്റ്റ്, യൂഷ്വലി എന്തിൻ്റെ എഗൻസ്റ്റ് ആയിരിക്കും? ഇൻജസ്റ്റിസ്, ഒപ്രഷൻ ഓർ ഇൻഇക്വാളിറ്റി. Artists use various mediums such as visual art, music, performance, literature. Protest ആർട്ടിൽ എന്ത് വേണമെങ്കിലും വരാം. വിഷ്വൽ ആർട്ട് വരാം, മ്യൂസിക്, പെർഫോമൻസ്, literature, and more to communicate their perspectives and mobilize others to take action or reflect critically on societal issues. So simple words, protest art is actually an art that is created to raise awareness, challenge the status quo, critique social, political, or cultural issues. വേരിയസ് മീഡിയംസ് ഉണ്ട്. എന്തൊക്കെയാണ്? വിഷ്വൽ ആർട്ട്, മ്യൂസിക്, പെർഫോമൻസ്, ലിറ്ററേച്ചർ, അങ്ങനെയൊക്കെ. സോ എന്തിനാണ്? ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദ പെർസ്പെക്റ്റീവ് ആൻഡ് മൊബിലൈസ് അതേഴ്സ് ടു ടേക്ക് ആക്ഷൻ ഓർ റിഫ്ലക്ട് ക്രിട്ടിക്കലി ഓൺ സോഷ്യൽ ഇഷ്യൂസ്. വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു സോഷ്യൽ ഇഷ്യൂവിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊട്ടസ്റ്റ് ആർട്ട് ഉള്ളത്. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ആർട്ട് എന്തൊക്കെയാണ്? ഇതെല്ലാം അങ്ങനെ പഠിക്കേണ്ട, വെറുതെ ആ ഇപ്പം സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി ആയിരിക്കാം, അതിനൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്, അതിനൊരു സിംബലിസം ആൻഡ് മെറ്റഫർ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ കമൻട്രി. Protest art often addresses issues like human rights violations, government policies, environmental concerns, racial or gender equality. അപ്പോൾ 2-3 എക്സാമ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. Protest art is usually against government policies, human rights violations, definitely, environmental concerns, racial or gender inequality, and other injustices. War ഒരു മേജർ തീമാണ് പ്രൊട്ടസ്റ്റ് ആർട്ടിൽ. ഇമോഷണൽ ഇമ്പാക്റ്റ്, ഇറ്റ് ഇസ് ഡിസൈൻഡ് ടു പ്രൊവോക്ക് സ്ട്രോങ് ഇമോഷണൽ റിയാക്ഷൻസ്. പലപ്പോഴും ഈ ആർട്ട് നമ്മുടെ ഇമോഷൻസിനെ ഇറ്റ് അപ്പീൽസ് ടു അവർ ഇമോഷൻസ്. ഓൺലി ദെൻ വി വിൽ ടേക്ക് എൻ ആക്ഷൻ, റൈറ്റ്? അല്ലാതെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റും ഇല്ലെങ്കിൽ ആർട്ട് കൊണ്ട് എന്ത് കാര്യം? So this protest art is usually to provoke strong emotional reaction such as anger, empathy, outrage, intended to spur viewers into questioning the current system or taking action. അപ്പോൾ എന്താണ് അതിൻ്റെ ഇൻറ്റൻഷൻ? ടു സ്പർ മീൻസ് അവരെ ഒന്ന് തള്ളിവിടുന്ന പോലെ. ഓക്കെ, ജസ്റ്റ് പുഷിങ് പീപ്പിൾ ടു ടേക്ക് ആക്ഷൻ, അതായിരിക്കും അതിൻ്റെ എയിം. സിംബലിസം ആൻഡ് മെറ്റഫർ. ആർട്ടിസ്റ്റ് ഓഫൻ യൂസ് സിംബോളിസം, അലിഗറി, മെറ്റഫർ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ല വളരെ ഡിറക്റ്റ് ഒരു മെസ്സേജ് അല്ലായിരിക്കും. പലപ്പോഴും ഇങ്ങനത്തെ പല ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് കോംപ്ലെക്സ് ഐഡിയാസ് ഇൻ എ വേ ദാറ്റ് ഇസ് വിഷ്വലി പവർഫുൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ ബൈ ദോസ് ഹു മേ നോട്ട് ബി ഫെമിലിയർ വിത്ത് ദ ഇഷ്യൂ അറ്റ് ഹാൻഡ്. പബ്ലിക് എൻഗേജ്മെൻറ്റ്. പ്രൊട്ടസ്റ്റ് ആർട്ട് frequently targets the public to increase its visibility and create widespread awareness. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ട്രീറ്റ് ആർട്ടൊക്കെ ഇല്ലേ, ഗ്രാഫിറ്റി മീൻസ് വാൾസിലൊക്കെ, പബ്ലിക് വാൾസിലൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് വെക്കുക, ക്വിക്കായിട്ട് വരച്ച് വെക്കുക, സ്റ്റെൻസിൽസ് യൂസ് ചെയ്ത് വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് എൻഗേജ്മെൻറ്റ് കൂടുതൽ കിട്ടുന്നതായിരിക്കും പലപ്പോഴും പ്രൊട്ടസ്റ്റ് ആർട്ട്.
Okay, historical significance. Throughout history, protest art has played a key role in social movements. For example, civil rights movement, anti-war protests, feminist movements, LGBTQ plus rights, environmental activism has all represented through protest art. 3 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. ബാങ്സ്കി ഒരു വളരെ ഫേമസ് യു കെയിലുള്ള ഹീസ് എ ബ്രിട്ടീഷ് മാൻ. ഹീ ഈസ് ആക്ച്വലി ഫേമസ് ഫോർ ഗ്രാഫിറ്റി. വോളിലൊക്കെ പുള്ളി പെയിൻറ്റ് ചെയ്ത് വെക്കും. പ്രൊട്ടസ്റ്റ് പല വാറിൻ്റെ അഗൻസ്റ്റ് അങ്ങനെയൊക്കെ സോ മെനി ഗ്രാഫിറ്റി ആണ് പുള്ളിയുടെ സ്പെഷ്യാലിറ്റി. ബാങ്സ്കി. ഡിയേഗോ റിവേറ ഈസ് എ മെക്സിക്കൻ ആർട്ടിസ്റ്റ്. പുള്ളി പല കാര്യങ്ങളിലും ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ആർട്ട് ഫേമസ് ആണ്. ആൻഡ് പാബ്ലോ പിക്കാസോ ഹു ഈസ് വെരി ഫേമസ് വിത്ത് ദ മൂവ്മെൻറ്റ് ക്യൂബിസത്തിൻ്റെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പാബ്ലോ പിക്കാസോ. എസ്പെഷ്യലി ഹിസ് പീസ് ഗുർണിക്കയെക്കുറിച്ച് നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും. ഓക്കെ, സോ റിമെമ്പർ ദീസ് names: ബാങ്സ്കി, ഡിയേഗോ റിവേറ, പാബ്ലോ പിക്കാസോ ആൻഡ് ഐ വൈവേ ഒരു ചൈനീസ് ആർട്ടിസ്റ്റാണ്. പുള്ളി കുറേ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അഗൻസ്റ്റൊക്കെ കുറേ പ്രൊട്ടസ്റ്റ് ആർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്സ്കി, ഹൂ ഈസ് ഫ്രം UK, ഹീസ് ഫേമസ് ഫോർ ഗ്രാഫിറ്റി എന്ന് വാൾസിൽ പെയിൻറ്റ് ചെയ്ത് വെക്കുന്നത്. ഡിയേഗോ റിവേറ, മെക്സിക്കോ. പാബ്ലോ പിക്കാസോ, who is famous for, in the Cubist movement. His famous piece is Guernica, and Ai Weiwei, Chinese, have created famous works of protest art. These pieces challenge societal norms and government actions while using their artistic talents to give a voice to marginalized oppressed groups. In essence, protest art serves as both a form of resistance and a call to action, often aiming to inspire societal change. So, basic ഒരു ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ ഇതൊക്കെ ഒറ്റ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അതൊരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രി ആയിരിക്കും. ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. സിംബലിസം ആൻഡ് മെറ്റഫർ ഉണ്ട്. പബ്ലിക് എൻഗേജ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ വാർ, ഫെമിനിസം, LGBTQ റൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് പ്രൊട്ടസ്റ്റ് ആർട്ട്. ആൻഡ് എ ഫ്യൂ നെയിംസ്: ബാങ്സ്കി, ഡിയേഗോ റിവേറ, പാബ്ലോ പിക്കാസോ, ഐ വൈവേ. അപ്പോൾ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന പേഴ്സൺ ആക്ച്വലി ഇസ് ഹിറോഷി നക്കാമുറ. ഹിറോഷി നക്കാമുറ പേര് നോക്കുക. ഹിറോഷി നക്കാമുറ ഒരു ജാപ്പനീസ് പേഴ്സൺ ആണ്. പ്രൊട്ടസ്റ്റ് ആർട്ടിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ സെയിം വേ ഒരു ടേമും കൂടെ നമ്മൾ ഇതിൽ പഠിക്കണം. വാട്ട് ഈസ് റിപ്പോർട്ടേജ് ആർട്ട്? റിപ്പോർട്ടേജ് ആർട്ട് എന്ന് പറയുന്നത്, നമ്മൾ റിപ്പോർട്ടേജ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിംഗ് ഓർക്കുക. ഓക്കെ, ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യത്തില്ലേ? സോ ആ വേർഡുമായിട്ടൊരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. റിപ്പോർട്ടേജ് ആർട്ട്. വാട്ട് ഈസ് റിപ്പോർട്ടേജ് ആർട്ട്? റിപ്പോർട്ടേജ് ആർട്ട് മീൻസ് ദ ആർട്ട് ഓഫ് റിപ്പോർട്ടിംഗ്, എസ്പെഷ്യലി ഡീറ്റെയിൽ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട്സ് ഓഫ് റിയൽ ഇവൻറ്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട്സ് ഓഫ് റിയൽ ഇവൻറ്റ്സ്, ജേർണലിസ്റ്റുകളാണ് ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ഓഫ് റിയൽ ഇവൻറ്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ഓഫ് റിയൽ ഇവൻറ്റ്സിനെ ആർട്ടിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ടേജ് ആർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടേജ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് അല്ല, റിപ്പോർട്ടേജ്. So what is reportage art? Reportage means the act of reporting, especially detailed first-hand accounts of real events. It comes from journalism but is used in writing, art, photography, film and more. At its heart, reportage is about witnessing and telling the story of something real. Witnessing and telling the story of something real. ഓക്കെ, അത് ജേർണലിസത്തിൽ നിന്നൊരു ഐഡിയ ആണ്. പക്ഷേ അത് റൈറ്റിങ്ങിൽ, ആർട്ടിൽ, ഫോട്ടോഗ്രാഫി, ഫിലിം ആൻഡ് മോർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജേർണലിസം പോലെ റൈറ്റിങ്ങിനെയും ആർട്ടിനെയും ഫോട്ടോഗ്രാഫിയും യൂസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ടേജ് ആർട്ട്. Okay, reportage means an act of reporting, especially a first-hand accounts of real events. It comes from journalism but is used in writing, art, photography, film and more. At its heart, reportage is about witnessing and telling the story of something real. Reportage art is a visual documentation of real-life events. The artist is often physically present at the scene. ഇത് റിയൽ ആയിട്ട് കണ്ടിട്ട് പലപ്പോഴും അതിനെ പടമായിട്ട്, ഫോട്ടോഗ്രാഫി ആയിട്ട്, ഫിലിമായിട്ടൊക്കെ കാണിക്കുന്നതാണ് റിപ്പോർട്ടേജ് എന്ന് പറയുന്നത്. പലപ്പോഴും വാർ സോൺ, പ്രൊട്ടസ്റ്റ്, റെഫ്യൂജി ക്യാമ്പ്സ്, ഡിസാസ്റ്റർ ഏരിയാസ്, ഇവിടെയൊക്കെ ആർട്ടിസ്റ്റ് പലപ്പോഴും റിയൽ ആയിട്ട് കണ്ടിട്ട് ആ സീൻ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ടേജ് ആർട്ട്. ആൻഡ് യൂസസ് ഡ്രോയിങ്, പെയിൻറ്റിംഗ് ഓർ ഇലിസ്ട്രേഷൻ ടു റെക്കോർഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇറ്റ് ബ്ലെൻഡ്സ് ഡോക്യുമെൻ്ററി സ്റ്റോറി ടെല്ലിംഗ്. കാരണം റിയൽ ഇവൻറ്റ്സിനെയാണ് അവർ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഡോക്യുമെൻ്ററി സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് അതിലുണ്ട്, ഇമോഷണൽ എക്സ്പ്രഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ കമൻട്രി ഉണ്ട്.
ഓക്കെ, റിപ്പോർട്ടേജിൽ എന്തൊക്കെയുണ്ട്? ഡോക്യുമെൻ്ററി സ്റ്റോറി ടെല്ലിംഗ് വിൽ ബി ദർ, ഇമോഷണൽ എക്സ്പ്രഷൻ വിൽ ബി ദർ, പൊളിറ്റിക്കൽ കമൻട്രി വിൽ ബി ദർ. മനസ്സിലായോ? അൺലൈക്ക് ഫോട്ടോഗ്രാഫി, ഇപ്പോൾ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ എന്താണ് പ്രശ്നം? ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും പറ്റത്തില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. പക്ഷേ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ പല രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. യു അണ്ടർസ്റ്റാൻഡ്? പല കളേഴ്സ് കൊടുത്ത് പെയിൻറ്റ് ചെയ്യാം, പല രീതികളിൽ പെയിൻറ്റ് ചെയ്യാം, പല സ്റ്റൈൽസിൽ പെയിൻറ്റ് ചെയ്യാം, പല സർഫസസിൽ പെയിൻറ്റ് ചെയ്യാം, വാളിൽ പെയിൻറ്റ് ചെയ്യാം, പേപ്പറിൽ പെയിൻറ്റ് ചെയ്യാം, കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യാം. യു അണ്ടർസ്റ്റാൻഡ്? ഇൻ സോ മെനി വേസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ. അൺലൈക്ക് ഫോട്ടോഗ്രാഫി, ഇറ്റ് അലൗസ് റൂം ഫോർ ഇൻ്റർപ്രിട്ടേഷൻ, എംഫസിസ് ആൻഡ് ഇമോഷൻ. ദി hand of the artist is always visible. What they choose to include, exaggerate or omit speaks volumes. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക ആദ്യം. അതിന് ആഫ്റ്റർ ദ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അബൌട്ട് ദിസ് ആർട്ടിസ്റ്റ് ഹിരോഷി നക്കാമുറയെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ഇടാം.